ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉണ്ടായിനും. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനൊന്ന് കണ്ടു വെക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് കടയ്ക്ക് നമ്മൾ പൊക്കവടയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കഴുകി വെച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിനി. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഉടഞ്ഞു പോവാതെക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സവാള, അതേപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഒന്ന് അടുപ്പ് കത്തിക്കുന്നത്. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലല്ലോ മക്കൾക്കൊന്നും സുഖമല്ല, കഫക്കെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേനു. അപ്പോൾ രാവിലെ വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് പോരലേനു. നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചിട്ടുണ്ടേനു. അപ്പോൾ നോമ്പ് തുറന്നിട്ട് പോയിട്ടും ഇഞ്ചക്ഷൻ വെക്കും രാവിലത്തത്. പിന്നെ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ച് പോരലേനു കേട്ടോ. അപ്പോൾ കുറവില്ലാത്തതുകൊണ്ട് പിന്നെ നിലമ്പൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി, ചിഞ്ചുമോളും, വലിയ മോളും ചെറിയ മോളും അഡ്മിറ്റാണ്. ഇപ്പോൾ നിലമ്പൂർ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും ഡെയിലി വരാത്തത്. ഇപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ വന്നിട്ടില്ലല്ലോ. ഇന്നലെയൊക്കെ വരേണ്ട വീഡിയോ ആണ് ഇതൊക്കെ. ഇന്നലെയും അതേപോലെ മിഞ്ഞാന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചക്ഷൻ ഉണ്ട്, 5 ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്മിറ്റ് ആയതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യമായിട്ട് ചുമയാണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ തണുപ്പിച്ച് കുടിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നല്ല രസമായിക്കാരം. പക്ഷെ അത് വയറിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ ഇവിടെ മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും വേണം നല്ല തണുപ്പ്. ഞാൻ ഈത്തപ്പഴം കൊണ്ടല്ല നോമ്പ് തുറക്കുക, തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അധികം ഇല്ലാതൊക്കെയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുത്ത് തക്കാളി ഇട്ട് കൊടുത്തു. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ മസാലപ്പൊടികളൊക്കെ അതും ഇട്ട് കൊടുത്തു. നാരങ്ങനീരും തൈരും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എളുപ്പമുണ്ട്, ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചിക്കൻ ബിരിയാണിക്ക് ബീഫ് ബിരിയാണിൻ്റെ പോലെയല്ല, പെട്ടെന്ന് കഴിയും. ബീഫ് വെന്തിട്ടാൻ കുറച്ച് ടൈം എടുക്കും, അത്രേ ഉള്ളൂ ബീഫാവുമ്പോൾ. അപ്പോൾ അതവിടെ മസാലയൊക്കെ റെഡി ആയപ്പോൾ പിന്നെ അതിലേക്ക് നാരങ്ങനീരും തൈരും ഒക്കെ ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിക്കുള്ള റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം വറ്റിച്ചിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇന്ന് കൈമ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കൈമ റൈസ് ആകുമ്പോൾ വറ്റിച്ച് വെച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് മറ്റേ അരിയൊക്കെ ആണെങ്കിൽ ഞാൻ തിളപ്പിച്ചൂറ്റില്ല കേട്ടോ. ജോക്കർ, അതേപോലെ ദുൽഹാൻ, അങ്ങനത്തെ അരിയൊക്കെ ആണെങ്കിൽ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഉണ്ടാക്കൽ ബിരിയാണി. കൈമ റൈസ് ആകുമ്പം നല്ല സ്മെല്ലാണല്ലോ അരിക്ക്. അപ്പോൾ തിളപ്പിച്ചൂറ്റുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഓരോ കൂട്ടുകാർ പറയലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വറ്റിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. ഇത് വറ്റിച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ചു കൊടുത്ത് അതേപോലെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അത് അതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ അരി തമ്മിൽ ഒട്ടി പിടിക്കില്ല. അതേപോലെ തന്നെ നല്ല ഒരു വറ്റി ഒന്നുമ്മ തൊടാതെ അങ്ങനെ കിട്ടൂലേ, അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ടാണ്ട് ഒന്നും കിട്ടും, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണുള്ളൂ. കുറേ പ്രാവശ്യത്തിലിട്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് വറുത്ത് കൂടുതൽ ഒന്നുമില്ല, കുറച്ച് നേരം ഒന്നങ്ങോട്ട് വറുത്തെടുക്കും. പിന്നെ വെള്ളമൊക്കെ ഞാൻ അളന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറ്റിച്ച് വെക്കുന്നതൊക്കെ സുഖമാണ്.
അരി ഊറ്റൊന്നും ചോറ് ഊറ്റൊന്നും വേണ്ടല്ലോ, അപ്പോൾ എളുപ്പമൊക്കെയാണ്. അപ്പോൾ ഇത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോമ്പാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണ പണി എളുപ്പം തീരും. അത് ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ അതിന് പണിയില്ലല്ലോ. അപ്പോൾ പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്യാനൊക്കെ എല്ലാവരും കൂടിത്തരും ചെയ്യും. പിന്നല്ലേ റിസ്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലിയാളയിലാണ്. അതിനും ഇപ്പോൾ മക്കളും ബാബുമൊക്കെ ഉണ്ടെങ്കിൽ ഓരൊക്കെ കൂടിത്തരും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല. കുറച്ച് നേരമല്ലേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ ആവും കേട്ടോ. ദം ചെയ്തെടുത്താൽ പിന്നെ വേറെ പണിയില്ലല്ലോ. പിന്നെ അതിക്കുള്ള സാലഡൊക്കെ റെഡിയാക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റി വെന്ത് വരട്ടെ. പിന്നെ മസാല ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. പിന്നെ എന്താ പറയുക, നോമ്പിനാകുമ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പം ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അല്ലേ. പിന്നെ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മസാല ഒന്ന് അഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴേ അടി പിടിക്കും. ഇതും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. റൈസൊക്കെ അങ്ങനെ വെള്ളമൊക്കെ വറ്റി ആയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാൻ നിൽക്കണം ഇനി. അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ ചട്ടുകം കൊണ്ട് ഇതേപോലെ ഒന്നിങ്ങനെ അമ്പിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ദം ചെയ്തെടുക്കണ പാത്രത്തിൽ ഇട്ട് കൊടുക്കുള്ളൂ. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മസാലൻ്റെ ചെമ്പൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലുള്ള ചോറുണ്ടല്ലോ, ഇത് താഴേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എല്ലാവർക്കും അറിയാം, പക്ഷേ എത്ര അറിഞ്ഞാലും എന്നോട് ഇന്നലെ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 1 കിലോ അരിക്ക് എത്ര ആളാണ് പോവാന്നൊക്കെ ചോദിച്ചിട്ട് ഒരിപ്പോൾ പുതിയതായിട്ട് കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട്. 1 കിലോ കൊണ്ട് 6 ആളാണ് കേട്ടോ പോവുക. 6 ആൾക്കുള്ള ബിരിയാണി ഉണ്ടാവും. 1 കിലോ ബിരിയാണി ഉണ്ട്. അതിന് 1 കിലോ റൈസും 1 കിലോ ഇനിയിപ്പോൾ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ ഇറച്ചിയായിട്ട് തന്നെ 1 കിലോ വാങ്ങണം കേട്ടോ. ബീഫ് എന്തായാലും 1 കിലോ തന്നെ ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുമ്പോൾ. ചിക്കൻ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഓരോ സംശയങ്ങളാണ് ഓരോരുത്തർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് മടുത്തിട്ടുണ്ടാവും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചെയ്യണമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ ചെയ്ത് ഓർക്ക് ചെറിയൊരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ, എനിക്ക് സന്തോഷമാണ്. പിന്നെ നമ്മളെക്കൊണ്ട് ആർക്കും ഒന്നും കൊടുക്കാൻ വല്ലാതെ കഴിയില്ലെങ്കിലും നമ്മൾ ചെയ്യണമൊക്കെ കണ്ട് ചെയ്ത് ഓർക്ക് വരുമാനമൊക്കെ കിട്ടുമ്പോൾ അതിൽ ഒരു സന്തോഷം, എനിക്കെന്തായാലും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും കച്ചിലാകുകയാണെങ്കിൽ കച്ചിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികൾ ഹോസ്പിറ്റലിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടണം എന്താ വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. എനിക്കാണെങ്കിൽ വെറുതെ ഇരിക്കൽ അറിയില്ല. അപ്പോൾ നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ട്. 2 ആളെയും ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരിക്കലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ സമയം കിട്ടിയപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാം കേട്ടോ. റൂമിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മളൊറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ, നമ്മളെ മക്കളൊന്നും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കേട്ടോ ബിരിയാണിയൊക്കെ ദമ്മിലായി. ഇനി ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കട്ടെ. അതേപോലെ ചെറുതായിട്ട് കത്തിച്ചാൽ മതി, കാരണം ചിക്കനൊക്കെ വെന്തതാണ്, റൈസും 3/4 ഭാഗം വെന്തതാണ്. ഇനി ഒന്ന് ദമ്മ് കയറി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തിച്ച് കൊടുത്തു. പിന്നെ കനൽമേൽ അങ്ങനെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ടൈമുണ്ട്, ഒരു 1-1.5 മണിക്കൂർ അങ്ങനെ കിടക്കട്ടെ. പിന്നെ ഇതായിട്ടുള്ള തൈരൊക്കെ ബാബു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഒക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു. ഇനി പിന്നെ എൻ്റെ കുളിയും ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത്. പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് നോമ്പ് തുറക്കുന്ന സമയത്തിന് നമുക്ക് ഉണ്ടാക്കണ്ട. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കും ബിരിയാണി ഉണ്ടാക്കിയിട്ടേനി, അതാണ് ആ ചെമ്പിൽ ഞങ്ങൾ ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ടേനി. ഇനി കടയിലേക്കുള്ള പൊക്കവട ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവിടെ അടുപ്പ് കത്തിച്ച് ചട്ടിയൊക്കെ വെക്കുന്നുണ്ട് നമ്മളെ. പിന്നെ ഈ ഒരു പൊക്കവടൻ്റെ മാവ് അതേപോലെ എന്നോട് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മാവായിട്ട് ഞാൻ ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ എടുത്തതാണ്, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ മാവ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാതെ വന്നതാണ്. അപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാൻ ചട്ടി വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മാവൊക്കെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കലുണ്ട്. അല്ല ബീഫ് മസാല ചേർക്കുകയാണെങ്കിൽ കുറച്ച് ബീഫ് കറി ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഇല്ല, ബീഫ് കറി ഇല്ല. ഇന്ന് നമ്മൾ
ബിരിയാണിയല്ലേ ഉണ്ടാക്കിയത്. അപ്പം ഇന്നത് ഒഴിച്ചിട്ടില്ല കേട്ടോ, ചിക്കൻ മസാല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ മാവുക്ക് ചിക്കൻ ക്രഷ് ചെയ്തിട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്താണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ പൊക്കവട ആവും. അതല്ല ബീഫ് വേവിച്ചാണ്ട് ക്രഷ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് പൊക്കവട ആവും. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മാവൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ചിക്കൻ എന്നാണ് പറയുന്നത്. ഇന്നത്തെ പൊക്കവടക്ക് കളറില്ലാത്തത്, കറി ചേർക്കാത്തതുകൊണ്ട്. പിന്നെ നമ്മളെ പാലുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് 2 പാക്ക് പാലുണ്ട് കേട്ടോ. ഒന്ന് അടുത്ത വീട്ടിലേക്കുള്ളതാണ്, നമ്മളെ ജുബിത്താത്താക്ക് കേട്ടോ. ജുബിത്താത്താൻ്റെ പാലാണ് ഒന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങി വെച്ച് ഈ പൊക്കവട ചുടുന്നതിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ മക്കളാരും കിച്ചണിക്ക് വിളിച്ചിട്ടില്ല. ഒക്കെ കഫക്കെട്ടു, ഞാൻ പറഞ്ഞല്ലോ ചുമയാണെന്നുള്ളത്. അപ്പോൾ ആരും കിച്ചണിക്ക് വിളിച്ചിട്ടില്ല. അന്ന് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ബാബു ഉണ്ട്, ബാബു സവാളയൊക്കെ കട്ട് ചെയ്യാനൊക്കെ അങ്ങനെ കൂടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരും പോയി. അങ്ങനെ പൊക്കവടയൊക്കെ വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേന് ബാബുവിന് പോകണം കട തുറക്കാൻ. അപ്പം ഇന്ന് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞാണ് ഇനിയിപ്പോൾ നോമ്പിന് ഇങ്ങനെ ഉണ്ടാക്കണ്ട, എനിക്ക് ഗതികേടല്ലേ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി കൊടുത്തയക്കണതൊക്കെ ചിലവാകലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കാര്യമായിട്ട് ഓരോ കടയിൽ ഈ ഫ്രഷ് ജ്യൂസൊക്കെയാണ് ഒരു വൈകുന്നേരം നോമ്പ് തുറന്നിട്ടാണ് കട തുറക്കണം എന്ന് പറയില്ലേ. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പൊക്കവട സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു കട തുറക്കാൻ പോകും. അപ്പോൾ അങ്ങനത്തെ സമയത്തല്ലേ ഇതൊക്കെ വാങ്ങുള്ളൂ ആൾക്കാർ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൊണ്ട് പോണതാണ് കേട്ടോ. അങ്ങനെ പൊക്കവടയൊക്കെ ചുട്ട് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തതും കൊണ്ട് ഒരു പോയി. പിന്നെ ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി പലഹാരമായിട്ട് ഉണ്ടാക്കണത്. ഇത് ഞാനൊരു റീൽസിൽ കണ്ടതേനി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഒരു ബൗൾക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കപ്പിൻ്റെ കപ്പാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇട്ടത് കണ്ടത്. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താണ്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കില്ല, അതേപോലെ മാവ് റെഡിയാക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് നമുക്കറിയാലോ, അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യണതല്ലേ. നമ്മുടെ വീട്ടമ്മമാർക്ക് ഇതൊക്കെ വീട്ടമ്മമാർക്ക് സുഖമാവും. പക്ഷേ പുതിയതായിട്ട് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ടൊക്കെ ഗതിയുടെക്കാരം. ആദ്യം നമുക്കും അങ്ങനെ തന്നെ ഇനിയില്ലേ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാഞ്ഞാൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൈകൊണ്ട് അങ്ങനെ കുഴച്ചെടുത്തത് അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ. പിന്നെ ഞാനൊരു 2 കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കിഴങ്ങൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് മതിയെങ്കിൽ 1 കിഴങ്ങ് എടുത്താൽ മതി. ഞാൻ ഉണ്ടാക്കിയ മസാല തന്നെ കുറച്ച് കൂടുതലേനി, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ 2 കിഴങ്ങാട്ടോ കൊടുത്തിനത്. അപ്പോൾ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതേപോലെ 1 സവാള കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ടായിക്ക്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തു. ഇനി മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയും കുറച്ച് ചേർത്തു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കിഴങ്ങിൻ്റെ മിക്സും അതേപോലെ സവാളയും മസാലപ്പൊടിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ടാകുമ്പോഴുള്ളൂ എല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ആവുള്ളൂ. കൈകൊണ്ടൊന്നും ഇളക്കി കൊടുത്താൽ അതേപോലെ ആവില്ല. അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവുണ്ടല്ലോ, മാവ് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരി ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് വലിപ്പത്തിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത് പരത്താൻ സുഖമാണ്, എളുപ്പം പരന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കപ്പ് മൈദ കൊണ്ട് തന്നെ നമുക്ക് കുറേ സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിലേക്ക് ചിക്കനോ ബീഫൊക്കെ ക്രഷ് ചെയ്ത് നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അത് ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ ഈ പരത്തി വെച്ച മാവുണ്ടല്ലോ, ഈ മാവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് അതിലമർന്ന് ഇങ്ങനെ കടന്നോളും. അപ്പോൾ എൻ്റെ ഫില്ലിങ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിക്ക് ഉണ്ട് ഫില്ലിങ്. കുഴപ്പമൊന്നുമില്ല, അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒന്നിങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന്
ചുറ്റിയെടുക്കുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കാണുമ്പോൾ നല്ല പണിയുണ്ട് എന്നൊക്കെ തോന്നും, പക്ഷേ അത്ര വലിയ പണിയൊന്നുമില്ല. എന്നാൽ കുറേ സ്നാക്സ് ഉണ്ടാക്കാനും പറ്റും. അതേപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒക്കെ ഒന്ന് അമർന്ന് കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ രണ്ടറ്റും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതും തന്നെ കളയണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മസാലയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെറുതെ കളയൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ഇത് ഇതേപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം ആക്കുന്നുണ്ട് ഞാൻ. അപ്പം ഇനി നമുക്ക് ഓരോ സ്നാക്സും ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാവുമ്പം ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ ഇത് അതേപോലെ കൈ കൊണ്ടൊന്നും അങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതൊക്കെ അതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തോന്നും കുറേ പണിയുണ്ടെന്ന്. അത്ര പണിയൊന്നുമില്ല കേട്ടോ, എളുപ്പം കഴിയും. പിന്നെ ഇവിടെയൊക്കെ എന്നും വേണം എണ്ണപ്പലഹാരം, എന്തേലും ഒന്ന് കേട്ടോ. ചില വീട്ടിലൊന്നും എണ്ണപ്പലഹാരം ഉണ്ടാക്കലില്ല എന്ന് പറയണ കേൾക്കുക, കമൻറ്റ് ബോക്സിൽ കാണലുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം, കുട്ടികൾക്കാണെങ്കിലും ബാബുവിനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മുട്ടൻ്റെ ബാറ്ററിലൊന്ന് ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് മുക്കിയെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ എണ്ണ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ സ്നാക്സ് കൊടുത്ത് മുട്ടൻ്റെ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് ചൂടായ എണ്ണയ്ക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. മുട്ട ഒന്നും മതി കേട്ടോ, ഒരു മുട്ട തന്നെ ബാക്കി. ഇനി ഞാൻ അതിൽ മുക്കിയേണ്ടത് പൊരിച്ചപ്പോൾ കേട്ടോ. ഇനി കുറേ മുട്ട വേണം വിചാരിച്ച് ഉണ്ടാക്കാതൊക്കെ ഉണ്ടാവും. ഒരൊറ്റ മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര സ്നാക്സ് ഉണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അപ്പോൾ വലിയ ചിലവൊന്നുമില്ല. എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും കിഴങ്ങൊക്കെ. പിന്നെ ഒരു സവാള ഒരു കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മേലത്തെ മൈദമാവൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളത്തെ ഫില്ലിംഗ് ഒക്കെ വെന്തതല്ലേ. അപ്പോൾ രണ്ട് ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ 2 ട്രിപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇനി. അപ്പോൾ ഒക്കെ കൂടെ ഫ്രൈ ചെയ്തെടുക്കണമെന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഫില്ലിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അതേപോലെ മുട്ട ചിക്കി എടുക്കണമെങ്കിൽ അങ്ങനെ, ചിക്കിയാണ്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടും ഒക്കെ ചെയ്യാം. എന്ത് ചേർത്താലും ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള പലഹാരം ഇതാണ്. അപ്പം ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ വെറുതെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വത്തക്ക ഉണ്ടായിനും അത് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുന്തിരി മഞ്ജുമോൾക്കുള്ളതാട്ടോ. മറ്റവരൊന്നും വല്ലാതെ കഴിക്കൂല, ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുന്തിരി. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിച്ചാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചൊന്നും ചെയ്തിട്ടില്ല. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, കുട്ടികൾക്കൊന്നും വയ്യാത്തതുകൊണ്ട് തണുപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഒരു ഹെൽപ്പിനില്ലെങ്കിലും ഞാൻ തന്നെ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഓർക്ക് റെസ്റ്റ് കൊടുത്തേക്കാണ്, നിങ്ങളൊന്നും കൊടുക്കണ്ട പറഞ്ഞിട്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുക്കാനായപ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി ടേബിൾമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പലഹാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.